ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. വാടനാകുറിശ്ശിയിൽ യാത്രാ ദുരിതത്തിന് നേരിയ ആശ്വാസം. റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ രണ്ടാമത്തെ സർവീസ് റോഡും തുറന്നു. ഇതോടെ വൺ വേ സംവിധാനത്തിൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും. ഇതോടെ രണ്ട് ഭാഗത്തും വൺ വേ സംവിധാനത്തിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാം. ബൈക്കുകളും ചെറുവാഹനങ്ങളും മാത്രമാണ് റോഡിലൂടെ കടത്തിവിടുന്നത്. ബസ്സുകൾ കൂടി കടത്തിവിടാൻ തുടങ്ങിയാൽ മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമാവൂ. ബസ് അടക്കമുള്ള വാഹനങ്ങളും ചരക്ക് വാഹനങ്ങൾക്കും അനുമതിയില്ല. ഒരു മാസമായി ബസ്സുകൾ റെയിൽവേ ഗേറ്റിന് അപ്പുറവും ഇപ്പുറവും വന്ന് യാത്രക്കാരെ ഇറക്കി തിരിച്ചു പോവുകയാണ്. ഒരു മാസം മുൻപാണ് വാടനാകുറിശ്ശിയിൽ പാലം പണിയും സർവീസ് റോഡ് നിർമ്മാണവും നടത്താൻ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. 10 ദിവസം കൊണ്ട് സർവീസ് റോഡിന്റെ പണി തീർക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും മഴ തടസ്സമായതോടെ വീണ്ടും ഒരാഴ്ച കൂടി റോഡ് അടച്ചിടാൻ തീരുമാനിച്ചു. 2 ആഴ്ച കൊണ്ട് പാലത്തിന് ഒരു വശത്തെ റോഡ് പണി തീർത്ത് ഗതാഗതത്തിന് തുറന്നെങ്കിലും റോഡിന്റെ വീതിക്കുറവ് കാരണം ഗതാഗതക്കുരുക്കായി. ഇതോടെ ഒരു ഭാഗത്തേക്ക് മാത്രമായി ചെറുവാഹനങ്ങൾ കടത്തിവിടുകയും വീണ്ടും 2 ആഴ്ച കൂടി സമയമെടുത്ത് മറുവശത്തെ സർവീസ് റോഡിന്റെ പണി കൂടി തീർത്തു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി തീർന്നെങ്കിൽ മാത്രമേ വാടനാകുറിശ്ശിയിൽ നേരിടുന്ന ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.